എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതത്തിലെ വില്ലൻ ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ദുര്യോധനന്റെ പേര് പറയും. കുറെ കൂടെ മഹാഭാരതം അറിയാവുന്നവര് അവർക്ക് പല സമയത്തും പലത് തോന്നും. മഹാഭാരതം ഓരോ തവണ വായിക്കുമ്പോഴും കഥകൾ കേൾക്കുമ്പോഴും നമുക്ക് പലതാണ് തോന്നുക. കൃഷ്ണനാണ് വില്ലൻ എന്ന് പറയുന്നവരുണ്ട്, ശകുനിയാണ് എല്ലാത്തിനും കാരണം എന്ന് പറയുന്നവരുണ്ട്. ഇതൊക്കെ കാരണങ്ങളാണ്, അല്ലെങ്കിൽ ഒരാളിലേക്ക് മാത്രം ഇതൊന്നും പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ചിലർ പറയാറുണ്ട് ഭീഷ്മരുടെ പിടിപ്പുകേട് ഒന്ന് മാത്രമാണ്. പിന്നെ ചിലര് പാണ്ഡവരത്ര നീറ്റ് അല്ലായിരുന്നു, കൗരവരല്ലേ ശരി. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തിന് കർണനാണ് വില്ലൻ എന്ന് വരെ പറയുന്നവരുണ്ട്. ഇപ്പൊ സീരിയലും സിനിമയൊക്കെ കാണുന്നവർക്ക് മഹാഭാരതത്തിലെ കർണൻ വലിയ ഹീറോ ആയിട്ട് തോന്നും. പക്ഷെ കൃത്യം വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും കർണന് വേറെ ചില വശങ്ങളും കൂടെ ഉണ്ട്. അതൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഞാൻ ഇത്രയും പറയാൻ കാരണം ഇതൊക്കെ പലരും കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ രാമായണത്തിലെ രാവണൻ ശരിയല്ലേ എന്ന് വരെ അഭിപ്രായപ്പെടുന്നവരുണ്ട്. വേണമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം. പക്ഷേ ഈ മഹാഭാരതത്തിൽ ആരും കേൾക്കാത്ത ഒരു പേരുണ്ട് പ്രതിസ്ഥാനത്ത്. പാണ്ഡവരിൽ മൂത്തവനായ യുധിഷ്ഠിരൻ. യുധിഷ്ഠിരനാണ് ഈ മഹാഭാരതത്തിലെ യുദ്ധമടക്കമുള്ള സകല പ്രശ്നങ്ങൾക്കും കാരണം എന്നൊരാൾ അഭിപ്രായപ്പെട്ടാല് പലരും അത് കാര്യമായിട്ടൊന്നും എടുക്കില്ല. പക്ഷേ ഇനി ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഇത് ശരിയാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അഭിപ്രായങ്ങളെ കമന്റിൽ പറയുക. വീഡിയോയുടെ താഴെ ഞാനിത് പല ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. വീഡിയോ മുഴുവൻ കേൾക്കാൻ സമയമില്ലാത്തവർക്ക് നിങ്ങൾക്ക് ഏറ്റവും താല്പര്യം ഏത് ഭാഗമാണോ അത് കേട്ടാലും മതി. പക്ഷെ മുഴുവൻ കേൾക്കുന്നതാണ് അതിന്റെ ഒരു ഭംഗി. പാഞ്ചാലിയുടെ കാര്യം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. രണ്ടാം ഊഴത്തില് MD ഇതേ കാര്യം തന്നെയാണ് മറ്റൊരു തരത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എങ്കിലും പാഞ്ചാലിയെ നേടിയത് അർജുനനാണ്. ദ്രൗപദിക്ക് ഇഷ്ടമുണ്ടായിരുന്നതും അർജുനനെ തന്നെയാണ്. ദ്രൗപദിയെ കൊണ്ട് രാത്രി വളരെ വൈകി കുടിലെത്തുമ്പോൾ ഭിക്ഷയുമായിട്ട് വരികയാണെന്നാണ് കുന്തി വിചാരിക്കുക. സാധാരണ ദിനചര്യ എന്ന് പറഞ്ഞാൽ അതാണ്. അവര് വൈകിയതിലുള്ള പരിഭവം കുന്തിക്കുണ്ട്. പാണ്ഡവര് കുന്തിയോട് പറയുന്നു, ഞങ്ങൾ എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് കാണുക. തിരിഞ്ഞു നോക്കാതെ അല്ലെങ്കിൽ എന്താണ് സംഭവം എന്ന് അറിയാതെ കുന്തി പറയുകയാണ്, നിങ്ങൾ എല്ലാവരും ചേർന്ന് അനുഭവിച്ചോളൂ. ഉടനെ യുധിഷ്ഠിരൻ വലിയ ധർമ്മസങ്കടത്തിലായി എന്നൊക്കെയാണ് പറയുന്നത്. മാതാവിന്റെ വാക്ക് പാഴായിക്കൂടാ, അത് സത്യമാകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യട്ടെ, ഈ ദ്രൗപദി അല്ലെങ്കിൽ പാഞ്ചാലി നമ്മൾ 5 പേർക്കും ഭാര്യയാകട്ടെ എന്നുള്ള നിർദ്ദേശമൊക്കെ വയ്ക്കുന്നത് യുധിഷ്ഠിരനാണ്. വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക, യുധിഷ്ഠിരൻ ഇതിൽ എന്തെങ്കിലും സ്വാർത്ഥത കാണിച്ചിരിക്കാൻ സാധ്യതയില്ലേ? ദ്രൗപദി വളരെ സുന്ദരിയാണ്, അർജുനനാണ് അവളെ നേടിയത്. സ്വാഭാവികമായിട്ടും അർജുനന്റെ മാത്രം ഭാര്യയായിട്ടിരിക്കേണ്ടവളാണ് ദ്രൗപദി. പക്ഷെ യുധിഷ്ഠിരൻ ഈ പറയുന്ന മാതാവിന്റെ വാക്ക് എന്നുള്ള ഒരു കാര്യത്തിൽ കയറി പിടിച്ചിട്ട് അവളെ തനിക്കും കൂടെ ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിൽ വലിയ ആക്ഷേപമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് കുറെ കാലം കഴിഞ്ഞ് വസ്ത്രാക്ഷേപം ഒക്കെ നടക്കുമ്പോൾ നമ്മൾ സീരിയലിലൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ കർണൻ ഒരു മൂലയ്ക്ക് മാറിയിരുന്ന് കരയുന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ മഹാഭാരതം വായിച്ചാലും മനസ്സിലാവും, ദുര്യോധനൻ, ശകുനി, കർണൻ, ദുശാസനൻ ഇവര് 4 പേരാണ് എപ്പോഴും ഒരു ഗൂഢാലോചന ചെയ്യുന്നത്. ഇവരാണ് പ്ലാനിങ് മുഴുവൻ. ബാക്കിയുള്ളവരൊക്കെ ഒപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. ചൂതിന്റെ സമയത്ത് കർണനാണ് ദുശാസനനോട് പറയുന്നത്, നീ പോയി ദ്രൗപദിയെ വിളിച്ചോണ്ട് വരൂ, അതുപോലെ ഇവളുടെ വസ്ത്രമൊക്കെ ഊരി വാങ്ങൂ, കാരണം ദാസിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല, നീ ഇപ്പൊ ദുര്യോധനന്റെ ദാസിയാണ്, അല്ലെങ്കിൽ നിന്റെ പ്രഭു അതാണ് എന്നൊക്കെ പറയുന്നത് കർണനാണ്. ഇതൊന്നും പലർക്കും ദഹിച്ചു എന്ന് വരില്ല. വികർണൻ, ദുര്യോധനന്റെ ഒരു അനിയനായിട്ടുള്ള വികർണൻ പറയുന്നുണ്ട് ഇതൊന്നും ശരിയല്ല എന്ന്. ആകെ ശബ്ദിച്ച് പറയുന്നത് വികർണനാണ്. ആ വികർണനോട് കർണൻ പറയുന്നത്, നീ ദുര്യോധനന്റെ അനിയനായിട്ട് എങ്ങനെ ജനിച്ചു എന്നൊക്കെ പറഞ്ഞ് അവനെ ആക്ഷേപിക്കുകയാണ്. ഭീഷ്മര് പോലുമുള്ള ആ സദസ്സ് ധർമ്മത്തിന്റെ ഒക്കെ പേരിൽ ഇങ്ങനെ നിശബ്ദമായിട്ടിരിക്കുമ്പോൾ ആകെ ഇതിനെതിരെ പറയുന്നത് വികർണനാണ്. ആ വികർണനെ പോലും നിശബ്ദനാക്കാനുള്ള അത്രയും പവർ, അല്ലെങ്കിൽ ദുര്യോധനന്റെ മേലൊക്കെ അത്രയും സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു കർണന്. അങ്ങനെ വസ്ത്രാക്ഷേപം നടക്കുന്നു. ആ സമയത്ത് കർണൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരേ സമയം 5 പേർക്ക് ഭാര്യയായിട്ടിരിക്കുന്ന നീ വേശ്യയ്ക്ക് തുല്യാണ് എന്ന് കർണൻ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കർണന് പറയാനുള്ള സാഹചര്യം ഉണ്ടായത് ആര് കാരണമാണ്? യുധിഷ്ഠിരൻ കാരണവും കൂടിയല്ലേ? ചൂതിലെ ഒരു മുഖ്യ സംഭവമാണ് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം എന്ന് പറയുന്നത്. ഇതേ ചൂത് തന്നെയാണ് കുരുക്ഷേത്ര യുദ്ധത്തിന് പ്രധാന കാരണമാകുന്നതും. ഈ ചൂത് നടക്കാൻ കാരണമാരാണ്? യുധിഷ്ഠിരൻ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപേ ചതിയുണ്ട് എന്നുള്ളത് വിതുരനും മറ്റുമൊക്കെ അറിയിക്കുന്നുണ്ട്. ആ സമയത്ത് യുധിഷ്ഠിരൻ എന്താണ് പറയുന്നത്? സംഭവമൊക്കെ ശരിയായിരിക്കും, പക്ഷേ വെല്ലുവിളിച്ചാല് ഞാൻ കളിക്കാതിരിക്കില്ല. കാരണം രാജാവിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി സ്വീകരിക്കാതിരിക്കുക എന്ന് പറയുന്നത് അങ്ങനെ പറ്റില്ല എന്നാണ് പറയുന്നത്. നീ കൊക്കയിലോട്ട് എടുത്ത് ചാടട എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചാല് പുള്ളിക്കാരൻ അതും ചെയ്യുമായിരിക്കും. കാരണം ചൂതിൽ നമ്മൾ ഇനി അതാണ് കാണുന്നത്. ചൂതിൽ ചതിയുണ്ട്, ചൂത് കളിക്കരുതെന്ന് യുധിഷ്ഠിരന് കൃത്യമായ മുന്നറിയിപ്പ് കിട്ടുന്നതാണ്. പക്ഷേ യുധിഷ്ഠിരൻ പോയി കളിക്കുകയാണ്. എന്തിനു വേണ്ടി? യഥാർത്ഥത്തിൽ അർജുനനാണ് പ്രധാനമായിട്ടും. അതുപോലെ ഭീമനും നകുലനും സഹദേവനും ഒക്കെ ഭൂമിയിലെ ഓരോ ദിശകളിലേക്ക് പോയി ഓരോ രാജാക്കന്മാരെയും ഒക്കെ കീഴടക്കി കപ്പവും കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഇവരുടെ ഒക്കെ മുകളില് യുധിഷ്ഠിരൻ അതീശത്വം ഒക്കെ കൊടുക്കുന്നത് ഈ പാണ്ഡവര് തന്നെയാണെന്ന് പറയാം. യുധിഷ്ഠിരൻ എന്താണ് പണി? ഇങ്ങനെയൊക്കെ കിട്ടുന്ന രാജ്യത്തിന്റെ മുകളില് സിംഹാസനവും ഇട്ട് കസേരയിട്ടിരിക്കുക, എന്നിട്ട് വലിയ ധർമ്മം പറയുക. അങ്ങനെയാണെന്നല്ല പറഞ്ഞത്, പക്ഷെ അങ്ങനെ തോന്നും. ചിലരിങ്ങനെ തമാശ മട്ടിൽ പറയാറുണ്ട്, പാണ്ഡവര് അല്ലെങ്കിൽ അർജുനനൊക്കെ ഇത്രയും നേടിയെടുത്തതാണല്ലോ ഇന്ദ്രപ്രസ്ഥത്തിന് വേണ്ടിയിട്ട്,
അപ്പൊ എനിക്കും എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണമല്ലോ. യുദ്ധം ചെയ്ത് അതൊക്കെ പിടിക്കാനുള്ള കഴിവ് യുധിഷ്ഠിരൻ അത്രയും ഇല്ല. പിന്നെ അറിയാവുന്നത് ചൂതാണ്. അതായത് ദുര്യോധനന്റെ ഉള്ളിലുണ്ടായിരുന്ന ഇതെല്ലാം അടിച്ചു മാറ്റാം ചൂതിലൂടെ എന്നുള്ള അതേ ഉദ്ദേശം തന്നെ യുധിഷ്ഠിരനും ഉണ്ടായിരുന്നു. ഇത് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. പറഞ്ഞു വരാം. കള്ളച്ചൂതാണെന്ന് അറിഞ്ഞിട്ടും കളിക്കാനിരിക്കുന്നു. നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ഒരു 5 സഹോദരങ്ങളാണ്. ഏറ്റവും മൂത്തത് ജ്യേഷ്ഠൻ. പുള്ളി പോയിട്ട് അയാളുടെ പേരിലാണ് വീടും പറമ്പും സ്വത്തും എല്ലാം. അതായത് നിങ്ങളും കൂടെ അധ്വാനിച്ചതാണ് എന്ന് കൂടി കരുതുക. ഇയാൾ ഇതെല്ലാം ചീട്ട് കളിച്ച് കള്ളു കുടിച്ച് നശിപ്പിച്ചതിന് ശേഷം അപ്പോഴും നിങ്ങൾ അയാളെ തൊഴുതു നിൽക്കുമോ? ഒരു തരത്തില് മഹാഭാരതത്തിൽ അതാണ് നടക്കുന്നത്. പാണ്ഡവർ അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതെല്ലാം ഒറ്റയടിക്ക് പണയം വെച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യുധിഷ്ഠിരൻ വിചാരിച്ചതുപോലെ ഒന്നും കിട്ടിയില്ല, ഉള്ളതൊക്കെ പോവുകയും ചെയ്തു. പക്ഷെ ദുര്യോധനൻ വിചാരിച്ചത് തന്നെ നടന്നു. ശകുനിയെ കൊണ്ട് കള്ളച്ചൂതിലൂടെ എല്ലാം അയാളുടേതാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തില് യുധിഷ്ഠിരന് ഈ ചൂതിൽ നിന്ന് പിന്മാറാമായിരുന്നു. ഇത്രയും ധനം പോയി, ഇത്രയും രാജ്യങ്ങളുടെ ഭാഗങ്ങൾ പോയി. എന്നാൽ ഇനിയെങ്കിലും നിർത്താമെന്ന് വിചാരിക്കുകയല്ല. അയാള് സ്വന്തം സഹോദരന്മാരെയും പണയം വെക്കുകയാണ്, സ്വന്തം ഭാര്യയെയും പണയം വെക്കുകയാണ്. ഇതിനെ എന്ത് പേരാണ് വിളിക്കേണ്ടത്? എന്റെ വായിൽ വരുന്നത് ഞാൻ പറയുന്നില്ല. ഇങ്ങനെയുള്ള യുധിഷ്ഠിരനെ എന്ത് പറഞ്ഞാണ് ന്യായീകരിക്കാനുള്ളത്? ഇത് തന്നെയാണ് ബലരാമൻ ചോദിക്കുന്നത്. ദുര്യോധനൻ ചെയ്ത അത്രയും തന്നെ അധർമ്മമല്ലേ യുധിഷ്ഠിരനും ചെയ്തത് എന്ന് പറഞ്ഞ് ബലരാമൻ നിഷ്പക്ഷനായിട്ട് മാറി നിൽക്കുകയാണ്. പക്ഷെ കൃഷ്ണൻ പാണ്ഡവരുടെ കൂടെയായിരുന്നു, അതുകൊണ്ട് പാണ്ഡവരുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്നൊക്കെ പറഞ്ഞാല് കൃഷ്ണന്റെ ഉദ്ദേശം വേറൊന്നായിരുന്നില്ലേ എന്നുള്ളത് നമ്മൾ അവസാനം പറഞ്ഞു വരുന്നുണ്ട്. ദുര്യോധനനും ദുശാസനനും കർണനും ശകുനിയും ഒക്കെ കാരണം പാഞ്ചാലി വസ്ത്രാക്ഷേപം വരെ നേരിടേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒക്കെ കാരണം ആരാണ്? യുധിഷ്ഠിരൻ ഇതിന്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ സമയത്ത് ഭീമൻ ഈ കാര്യങ്ങൾ കണ്ടിട്ട് സഹിക്കുന്നില്ല. ഭീമൻ പറയുന്നുണ്ട്, ഈ ചൂത് കളിക്കാരന്റെ കൈ ഞാൻ ഇന്ന് പൊള്ളിക്കും, വലിച്ചു പറിച്ച് കളയും എന്നൊക്കെ പറഞ്ഞിട്ട് സഹദേവനോട് തീ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഒരു പരിധി വരെ ഭീമൻ അവിടെ ഇട്ട് അടിച്ചു കൊന്നേനെ യുധിഷ്ഠിരനെ. പക്ഷെ പെട്ടെന്ന് തന്നെ അർജുനൻ സമന്വയിപ്പിക്കുകയാണ്. ജ്യേഷ്ഠ മുമ്പ് ഒരിക്കലും അങ്ങ് ഇതുപോലെ പറഞ്ഞിട്ടില്ലല്ലോ, അദ്ദേഹം നമ്മുടെ സ്വാമിയല്ലേ. ഇത് കേട്ടിട്ട് ഭീമൻ അടങ്ങുകയാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ യുധിഷ്ഠിരന്റെ കഥ അന്ന് തീർന്നേനെ. അപ്പൊ ഇത് ഇത്തിരി കൂടിപ്പോയില്ലേ എന്ന് തോന്നുന്നവര്, കുരുക്ഷേത്ര യുദ്ധത്തിന്റെ സമയത്ത് എന്താണ് സംഭവിച്ചത്? അർജുനൻ വാളൂരി യുധിഷ്ഠിരനെ വധിക്കാൻ ഓങ്ങുകയാണ്, കഴുത്ത് വെട്ടാൻ ഒരുങ്ങുകയാണ്. അതായത് ജ്യേഷ്ഠനെ. ആ സമയത്ത് കൃഷ്ണനാണ് തടുക്കുന്നത്. അതായത് ഭീമനാണെങ്കിലും അർജുനനാണെങ്കിലും ഈ യുധിഷ്ഠിരനെ തീർക്കണമെന്ന് ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നതിൽ കാര്യമില്ല എന്ന് പറയാനായിട്ട് ആർക്കും സാധിക്കില്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ. പഞ്ചപാണ്ഡവര് ദുര്യോധനന്റെ ദാസന്മാരായിട്ട് മാത്രം മാറുന്നുണ്ട്. ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം കണ്ട ആ ഒരു സംഭവത്തിന്റെ ഘോരത കണ്ടിട്ട് ധൃതരാഷ്ട്രൻ കരഞ്ഞുകൊണ്ട് ഇതെല്ലാം ഇളച്ചു കൊടുക്കുകയാണ്. നിങ്ങളൊന്നും മനസ്സിൽ വെക്കരുത്, ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തന്നെ പോയിക്കോളൂ. എല്ലാം തിരിച്ചു കൊടുത്തതാണ്. പക്ഷെ യുധിഷ്ഠിരനെ വീണ്ടും ചൂതിന് വിളിക്കുന്നു, പുള്ളി വീണ്ടും കളിക്കുന്നു. ഇതിനെന്ത് ന്യായമാണ് പറയാനുള്ളത്? ഒരു തവണയല്ല, ആർക്കും പറ്റാത്ത ഇത്ര വലിയ മണ്ടത്തരം കാണിച്ചത് 2 തവണ. മുമ്പെന്ന് പറഞ്ഞാൽ അവർക്ക് രാജ്യത്ത് പോയിട്ട് തിരിച്ചു വന്ന് യുദ്ധം ചെയ്യാനെങ്കിലുമുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ തവണ യുധിഷ്ഠിരൻ തീർത്തു കൊടുത്തു. അതായത് 12 വർഷത്തെ വനവാസം, 1 വർഷത്തെ അജ്ഞാതവാസം. അജ്ഞാതവാസ കാലത്ത് കണ്ടുപിടിച്ചാൽ വീണ്ടും ഇതേ സൈക്കിൾ റിപ്പീറ്റ്. 12 വർഷം വനവാസം, വീണ്ടും അജ്ഞാതവാസം. ചില സമയത്ത് നമുക്ക് തോന്നും ഈ ദുര്യോധനന്റെ ആളായിരുന്നോ യുധിഷ്ഠിരൻ എന്ന്. അങ്ങനെ പോലും തോന്നിപ്പോകും. കാരണം ദുര്യോധനന് എന്താണോ വേണ്ടത് അതെല്ലാം യുധിഷ്ഠിരൻ ഒരു തരത്തിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനൊക്കെ വലിയ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ഒക്കെ പേര് പറയും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട്, കുരുക്ഷേത്ര യുദ്ധത്തിനൊക്കെ കാരണം, അല്ലെങ്കിൽ യുധിഷ്ഠിരൻ ജനിക്കരുതായിരുന്നു എന്നല്ല പറയുന്നത്, യുധിഷ്ഠിരൻ മൂത്തവനായിട്ട് ജനിച്ചതാണ് പാണ്ഡവരുടെ കഷ്ടകാലം. രണ്ടാമനായിട്ടോ അല്ലെങ്കിൽ ഏറ്റവും ഇളയതായിട്ടോ ഒക്കെ ഈ യുധിഷ്ഠിരൻ ജനിച്ചിരുന്നുവെങ്കിൽ ഒരു കുഴപ്പവുമില്ലായിരുന്നു. ഇങ്ങനെ ഇരുന്ന് വലിയ തത്വമൊക്കെ പറയുമ്പോൾ പണ്ട് ഏതോ സിനിമയിൽ ജഗതി പറഞ്ഞ പോലെ എണീച്ച് പോടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളൊക്കെ അവിടെ തീരുമായിരുന്നു. പക്ഷെ ഇത് മൂത്തയാളാണ്, അയാളാണ് എല്ലാം തീരുമാനിക്കുന്നത് അന്നത്തെ സെറ്റപ്പ് വെച്ച്. ഈ കാര്യം കൃഷ്ണന് വരെ തോന്നിയിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് വനവാസ കാലത്ത് പാഞ്ചാലിയൊക്കെ പറയുന്നുണ്ട്, ഈ കോപമില്ലാത്ത ക്ഷത്രിയന്മാരില്ലെന്നാണ് പറയുന്നത്, അങ്ങ് അതിനൊരു അപവാദമാണ്, അങ്ങയുടെ ഈ ക്ഷമയെ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല, അവരോട് യുദ്ധത്തിന് പോവുകയല്ലേ വേണ്ടത്, ഈ വനവാസവും നോക്കിയിരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ യുധിഷ്ഠിരൻ കസേരയും ഇട്ടിരുന്ന് വലിയ ധർമ്മവും തത്വവും ഒക്കെ പറയുന്നു. ആ സമയത്ത് കൃഷ്ണനുമുണ്ട്. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് യുധിഷ്ഠിരൻ കൃഷ്ണനോട് അഭിപ്രായം അടുത്തത് പറയാൻ പറയുമ്പോൾ യുധിഷ്ഠിരൻ വിചാരിക്കുന്നത് എന്റെ ഈ ഒരു വാക്ചാതുര്യത്തിൽ കൃഷ്ണൻ വീണിരിക്കുകയായിരിക്കും എന്നാണ്. പക്ഷെ കൃഷ്ണൻ ആ സമയത്ത് പറയുന്നത് ഒരു തനി ലോക്കൽ വർത്തമാനമാണ്. നാണം കെട്ട ശീലാചാരമുള്ളവരിൽ ഒരിക്കലും കരുണ കാണിക്കരുത്, കണ്ടെടുത്ത് വെച്ച് കൊല്ലണം. പണ്ടേ തന്നെ നിങ്ങളത് ചെയ്യേണ്ടതായിരുന്നു. അതിന്റെയാണ് ഇപ്പോൾ ഈ അനുഭവിക്കുന്നത്. ദുര്യോധനനെ കുറിച്ച് പറഞ്ഞതാണ്. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാല് യുധിഷ്ഠിരന്റെ ഈ തത്വമൊക്കെ കേട്ടിട്ട് താൻ ഈ പിണ്ണാക്കം പറഞ്ഞുകൊണ്ടിരിക്കാതെ പണ്ടേ തന്നെ ആ ദുര്യോധനനെ തീർത്തിരുന്നെങ്കിൽ
ഈ പാവങ്ങൾ ഇപ്പൊ ഇതൊന്നും അനുഭവിക്കണ്ടായിരുന്നു, എല്ലാത്തിനും കാരണം താൻ തന്നെയാണെന്നാണ് കൃഷ്ണൻ പറഞ്ഞത്. അപ്പൊ കൃഷ്ണൻ പോലും ഇങ്ങനെയുള്ള സൂചനകൾ കൊടുക്കുന്നുണ്ട്, ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല. അതുപോലെ വനത്തിൽ വെച്ച് ഒരിക്കൽ യുധിഷ്ഠിരനോട് ചോദിക്കുന്നുണ്ട് ഈ പാണ്ഡവര്, അങ്ങ് എന്തിനാണ് രണ്ടാമതും പോയി ചൂത് കളിച്ചത്? ആ സമയത്ത് യുധിഷ്ഠിരൻ വേറെ വഴിയൊന്നുമില്ലാതെ സമ്മതിക്കുന്നുണ്ട്, രണ്ടാമത്തെ തവണയെങ്കിലും ദുര്യോധനന്റെ അടക്കം എല്ലാം കൂടെ പിടിക്കാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിലോ എന്ന് ഞാൻ വ്യാമോഹിച്ചു പോയെന്ന്. അതായത് ഒരു തവണ കളിച്ചെല്ലാം പോയതാണ്, ഇളച്ചു കൊടുത്തതാണ് ധൃതരാഷ്ട്രര്. അതും കഴിഞ്ഞിട്ട് ദുര്യോധനൻ ഈ പണിയൊക്കെ ചെയ്തതല്ലേ, രണ്ടാമത് ഞാൻ ചൂത് കളിച്ച് അങ്ങ് ഉണ്ടാക്കും എന്ന് കരുതിപ്പോയെന്ന്. അതായത് നമ്മൾ പാണ്ഡവരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്തതാണല്ലോ, അതായത് കൗരവരല്ലേ ശരിയെന്ന് പറഞ്ഞിട്ട്. പക്ഷെ പാണ്ഡവരുടെ ഭാഗത്ത് ഈ യുധിഷ്ഠിരൻ എന്ന് പറയുന്ന ഒരുത്തൻ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. ദുര്യോധനനെയൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തേനെ ഭീമനൊക്കെ പണ്ടേ. അതായത് പാണ്ഡുവിന്റെ മരണശേഷം മാദ്രിയെ കണ്ട് കയറി പിടിക്കാൻ നോക്കിയപ്പോൾ മുനിശാപത്താൽ പാണ്ഡു മരിച്ചു. കുന്തി പിന്നീട് കുട്ടികളെയും കൊണ്ട് രാജകൊട്ടാരത്തിലേക്ക് ധൃതരാഷ്ട്രന്റെ അടുത്ത് അഭയത്തിന് വരികയാണ് കുറെ മഹർഷിമാരുടെ കൂടെ. പക്ഷെ ഒരു അഭയാർത്ഥികളെ പോലെയാണ് അവർക്ക് അവിടെ ജീവിക്കേണ്ടി വന്നത്. പേര് രാജകുമാരന്മാരെന്നൊക്കെ ആണെങ്കിലും, അതായത് ഈ കർണനൊക്കെ പറയാറുണ്ടല്ലോ, ഞാൻ സൂതപുത്രനായിട്ട് ജനിച്ചു, എന്നെ പലരും മാറ്റി നിർത്തിയെന്നൊക്കെ ഇങ്ങനെ കരഞ്ഞു മെഴുകുമ്പോൾ ഒരിക്കൽ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെക്കാലം കഷ്ടപ്പെട്ടിട്ടല്ലേ ഞാൻ ജീവിച്ചത്. അതായത് മാതാപിതാക്കൾ കാരാഗ്രഹത്തിലായിരുന്നു, അവരുടെ കൂടെ വളരാൻ എനിക്ക് പറ്റിയിട്ടില്ല, ഞാൻ പശുവിനെ മേയ്ക്കുന്ന ആളുകളുടെ കൂടെയാണ് ജീവിച്ചത്, അവരായിരുന്നു എന്റെ കൂട്ടുകാര്, എന്നിട്ട് ഞാൻ ഹാപ്പി ആയിരുന്നില്ലേ, ഇതൊക്കെ നീ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും എന്നൊക്കെ കർണനെ ഉപദേശിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ കർണനേക്കാളും കഷ്ടപ്പാടിലാണ് പാണ്ഡവര് രാജകൊട്ടാരത്തിൽ ജീവിക്കുന്നത്. അവരുടെ അച്ഛൻ രാജാവായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്താണ്, ദുര്യോധനനൊക്കെയാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ദുര്യോധനൻ ഈ കാര്യങ്ങളൊക്കെ മുൻപേ തിരിച്ചറിഞ്ഞ് പാണ്ഡവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഭീമന്റെ അമാനുഷികമായ ശക്തിയില്, ഭീമന്റെ ഏറിയ ബലത്തില് ദുര്യോധനന് പേടിയുണ്ടായിരുന്നു. പാണ്ഡവർക്കിട്ട് എന്തെങ്കിലും പണി ദുര്യോധനൻ ചെറുപ്പത്തിൽ വെക്കുമ്പോൾ തന്നെ അതിന് ഒന്നിന് രണ്ടായിട്ട് ഭീമൻ തിരിച്ചും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഭീമനെ കൊല്ലാൻ ശ്രമിക്കുന്ന അറിയാമല്ലോ, അതായത് വിഷം കൊടുത്ത് പുഴയിൽ താഴ്ത്തി സ്നേഹം നടിച്ചു തന്നിട്ട്. ആ സംഭവം ഭീഷ്മരും അല്ലെങ്കിൽ മറ്റുള്ളവരെയും ഒക്കെ അറിയിച്ച് ദുര്യോധനനെതിരെ നടപടി എടുക്കാതിരിക്കാൻ കാരണമാകുന്നത് യുധിഷ്ഠിരനാണ്. യുധിഷ്ഠിരൻ അന്നേ ഉപദേശം തുടങ്ങുന്നതാണ്. ഭീമനോടും അല്ലെങ്കിൽ കുന്തിയോടും അർജുനനോടും ഒക്കെ പറയുന്നു, നമ്മൾ സഹോദരങ്ങൾ തമ്മിൽ ഇങ്ങനെ പ്രശ്നമുണ്ടെന്നൊന്നും പുറത്തറിയണ്ട എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ അന്നേ പ്രോപ്പറായിട്ട് കംപ്ലൈന്റ് ചെയ്തിരുന്നെങ്കിൽ അന്നേ തീരുമാനിക്കുന്ന വിഷയം വളരാൻ കാരണമാകുന്നത് തന്നെ യുധിഷ്ഠിരനാണ്. മറ്റൊരു ഉദാഹരണം പറഞ്ഞാല് അരക്കില്ലത്തിലേക്ക് പോകുന്നു. അവിടെ വിതുരൻ പറയുന്നു, ഈ പുരോചനൻ ചതിയനാണ്, അരക്കില്ലം ഇത് തീയിട്ട് നിങ്ങളെ കൊല്ലാനാണ് ശ്രമിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവിടെയും യുധിഷ്ഠിരനാണ് പറയുന്നത്, നമുക്ക് തുരങ്കമുണ്ടാക്കിയിട്ട് വിതുരൻ ഒരു ഗനഗനെ പറഞ്ഞു വിടുന്നുണ്ട്, അങ്ങനെ ആരും അറിയാതെ അങ്ങ് പോയി കളയാം. യുധിഷ്ഠിരൻ ചെയ്യുന്ന മണ്ടത്തരത്തിന് ഒരു കൈയും കണക്കും ഇല്ല എന്നുള്ളതാണ്. അതായത് യുവരാജാവായിട്ട് ധൃതരാഷ്ട്രൻ അവരോധിച്ചതാണ് ഈ യുധിഷ്ഠിരനെ, അവിടെ കൊണ്ട് തന്നെ അവരുടെ കയ്യിലെല്ലാം കിട്ടിയതാണ്, അതും കളഞ്ഞു കുളിക്കുന്നത് യുധിഷ്ഠിരനാണ്. രാജാവ് തങ്ങൾ വാരണാവതത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ട്, അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ചു പോയല്ലോ, അതിനെങ്ങനെ എതിര് പറയുമെന്ന് വിചാരിച്ചിട്ട് ഈ യുവരാജാവായ യുധിഷ്ഠിരൻ കുന്തിയമൊക്കെ ഉൾപ്പെടെ അങ്ങ് വിളിച്ചോണ്ട് പോവുകയാണ്. അതിന്റെ വല്ല കാര്യവും ഉണ്ടായിരുന്നു എന്നുള്ളത് വേറൊരു കാര്യം. ഈ വലിയ തത്വമൊക്കെ പറയുന്ന, അല്ലെങ്കിൽ മിണ്ടരുത് അനങ്ങരുത് എന്നൊക്കെ പറയുന്ന യുധിഷ്ഠിരന് ഈ അരക്കില്ലത്തില് ഒരു കാട്ടാളത്തെയും 5 മക്കളും എരിഞ്ഞു മരിക്കുന്നതിന് പുള്ളിക്ക് എതിരൊന്നും ഉണ്ടായിരുന്നില്ല. അത് വേറൊരു കാര്യമാണ്. എന്നാലും ദുര്യോധനനെ ഒന്നും ചെയ്യാൻ പാടില്ല. എനിക്ക് തോന്നുന്നത് പണ്ട് കൃഷ്ണൻ പറഞ്ഞല്ലോ, ദുര്യോധനനെ കാണുന്നിടത്ത് വെച്ചിട്ട് തീർക്കണമെന്ന് പറഞ്ഞില്ലേ, നാണം കെട്ട ശീലാചാരമുള്ളവരിൽ ഒരിക്കലും കരുണ കാണിക്കരുത്, കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്ന് പറഞ്ഞത് ദുര്യോധനനെ ഉദ്ദേശിച്ചാണോ യുധിഷ്ഠിരനെ ഉദ്ദേശിച്ചിട്ടാണോ എന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ സംശയം. എന്നിട്ടൊരു ബ്രാഹ്മണ ഗ്രാമത്തിൽ ചെന്നിട്ട് ബ്രാഹ്മണരെ പോലെ വേഷം മാറി ഭിക്ഷ യാചിച്ചൊക്കെ ജീവിക്കുന്നുണ്ട്. യുധിഷ്ഠിരന് പറ്റിയ ഒരാളായിരുന്നു വിതുരനും എന്നും തോന്നിയിട്ടുണ്ട് ചില സമയത്ത്. രണ്ടുപേരും ധർമാത്മാക്കളാണ്, അല്ലെങ്കിൽ ധർമ്മദേവന്റെ അവതാരങ്ങളാണ്. അതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് പറയാൻ പറ്റുന്നത് കാലന്റെ അവതാരങ്ങളാണ് എന്ന് പറയുന്നത് തന്നെയാണ്. രണ്ടും ശരിയാണല്ലോ. അവിടെ ഒരു ബ്രാഹ്മണനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഊഴത്തിന് പകരം ഒരു രാക്ഷസന്റെ അടുത്തേക്ക് ഒരു വണ്ടി ചോറും 2 പോത്തും ഒക്കെ ആയിട്ട് ഭീമൻ പോകുന്നുണ്ട്. അപ്പൊ ഭീമനെ അങ്ങനെ പറഞ്ഞു വിട്ടതിനെതിരെ കുന്തിയെ ചോദ്യം ചെയ്യുന്നുണ്ട് യുധിഷ്ഠിരൻ. ഭീമനെ അങ്ങനെ പറഞ്ഞു വിട്ടൊന്നും ശരിയായില്ല. അപ്പൊ കുന്തി പറയുന്നുണ്ട്, നീ മിണ്ടായിരിക്കും, അവന്റെ ബലം എന്താണെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് യുധിഷ്ഠിരന് വലിയ അങ്കലാപ്പായിരുന്നു. എന്നാൽ ദുര്യോധനാദികൾക്കെതിരെ ഒന്നും പുള്ളി ചെയ്യുമില്ല, അവര് സഹോദരന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഈ രാജവംശത്തിലുള്ളവരോട് മാത്രമേ യുധിഷ്ഠിരന് വലിയ മമത ഉണ്ടായിരുന്നുള്ളൂ എന്ന് പോലും നമുക്ക് തോന്നുന്ന രീതിയിലാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ അഭിമന്യു വധിക്കപ്പെടുന്നത് ഒരു വളരെ ദാരുണമായ സംഭവമാണ്. ഈ അഭിമന്യു വധിക്കപ്പെടാൻ കാരണം ജയദ്രഥനാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ യഥാർത്ഥ കാരണം ഇതേ യുധിഷ്ഠിരൻ തന്നെയാണ്. കാരണം വനവാസകാലത്ത് പാഞ്ചാലിയെ കണ്ട് അപഹരിക്കാൻ ശ്രമിച്ച് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ജയദ്രഥൻ. ഈ ജയദ്രഥൻ എന്ന് പറഞ്ഞാല്
കൗരവര് 100 പേർക്കും കൂടെ ഒരു സഹോദരി ഉള്ളു ദുശ്ശള. ആ ദുശ്ശളയുടെ ഭർത്താവാണ് ജയദ്രഥൻ. പക്ഷെ ജയദ്രഥൻ വന്നിട്ട് പാഞ്ചാലിയെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. നീ ഈ കഴിവില്ലാത്തവന്മാരായിട്ടുള്ള പാണ്ഡവരുടെ കൂടെ ജീവിക്കേണ്ടവളല്ല എന്ന് പറഞ്ഞിട്ടാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്. യുധിഷ്ഠിരനെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ ചിലപ്പോൾ അത് ശരിയായിരിക്കും. കാരണം അർജുനനും ഭീമനും നകുലനും സഹദേവന്മാരും ഒക്കെ യോഗ്യന്മാരാണെങ്കിലും ഇവരുടെ എല്ലാം ടോപ്പിലിരിക്കുന്നതും അല്ലെങ്കിൽ യുധിഷ്ഠിരൻ പറയാതെ ഇവർ അനങ്ങില്ലല്ലോ. ഈ പോകുന്ന പോക്കിൽ പാണ്ഡവര് ഇവരെ പിടികൂടുകയും ഭീമൻ ജയദ്രഥനെ നന്നായിട്ട് പെരുമാറിയിട്ട് പിടിച്ചു വലിച്ച് മുടിക്ക് ചുറ്റി പിടിച്ചിട്ട് കൊല്ലുന്നതിന് മുൻപ് യുധിഷ്ഠിരന്റെ മുമ്പിൽ കൊണ്ടുവരുന്നുണ്ട്. ആ സമയത്ത് യുധിഷ്ഠിരൻ പറയുന്നത് അവനെ വിട്ടേക്കൂ എന്നാണ്. അതായത് ഭീമൻ ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. പക്ഷെ യുധിഷ്ഠിരൻ പറഞ്ഞനുസരിച്ച് ജയദ്രഥനെ വിട്ടു. ഈ ജയദ്രഥൻ എന്താ ചെയ്തേ? ഇതിന് നന്ദി ഉണ്ടാവുകയോ അല്ലെങ്കിൽ നന്നാവുകയോ അല്ല ചെയ്തത്. അയാൾ പോയി തപസ് ചെയ്തിട്ട് യുദ്ധത്തില് പാണ്ഡവർ 5 പേരെയും എനിക്ക് തടുക്കാൻ കഴിയണമെന്ന് പറഞ്ഞു. അർജുനെ ഒഴിച്ച് ബാക്കിയുള്ളവരെയൊക്കെ നീ തടുക്കുമെന്ന് വരവും കിട്ടി. അങ്ങനെയാണ് ചക്രവ്യൂഹത്തില് ഈ പറയുന്ന മറ്റു പാണ്ഡവരെ എല്ലാം ജയദ്രഥൻ ഒറ്റയ്ക്ക് തടുത്തിട്ട് 6 മഹാരഥന്മാര് കർണനൊക്കെ ഉൾപ്പെടെ വളഞ്ഞിട്ട് അഭിമന്യുവിനെ വധിക്കുന്നത്. അതായത് അർജുനന് സുഭദ്രയിലുണ്ടായ അല്ലെങ്കിൽ കൃഷ്ണന്റെ സഹോദരിയിലുണ്ടായ പുത്രനാണ് അഭിമന്യു. ഈ അഭിമന്യു വധിക്കപ്പെടാനും അപ്പൊ യഥാർത്ഥത്തിൽ കാരണം ആരാണ്? യുധിഷ്ഠിരനാണെന്ന് പറയേണ്ടി വരില്ലേ? ഇത് മഹാഭാരതത്തിൽ ചോദിക്കുന്നുണ്ട്. ഭീമൻ തന്നെ യുധിഷ്ഠിരനോട് ചോദിക്കുന്നുണ്ട്, അന്ന് അവനെ തീർക്കാൻ ഞാൻ വന്നതാണ്, ജ്യേഷ്ഠനാണ് വേണ്ടെന്ന് പറഞ്ഞത് എന്നൊക്കെ. ഇതിങ്ങനെ പറയാൻ പോയാൽ ഒരുപാടുണ്ട്. മഹാഭാരതം മുഴുവൻ ഇരുന്ന് പറയാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. എങ്കിലും പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് പറഞ്ഞാല് ഇപ്പൊ ഈ യുദ്ധത്തിൽ തന്നെ എന്താണ് സംഭവിക്കുന്നത്? യുധിഷ്ഠിരൻ വലിയ ധർമ്മവും തത്വവും ഒക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ അതുവരെ എത്തിച്ചത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അശ്വത്ഥാത്മാവ് മരിച്ചു എന്ന് നുണ പറയേണ്ട കാര്യമുണ്ടോ? ഒരു പക്ഷെ കൃഷ്ണൻ ഒന്ന് അളന്നു നോക്കിയതാണെങ്കിലോ? ഇപ്പോഴും അവൻ അത് ചെയ്യുന്നില്ലെങ്കിൽ ശരിയായിരിക്കും, ഈ പുള്ളി ഇത്രയും ചെയ്തതിനൊക്കെ ന്യായമുണ്ട്. പക്ഷെ ഗതി കെട്ടപ്പോൾ ഈ പറയുന്ന യുധിഷ്ഠിരൻ പറയുകയാണ് അശ്വത്ഥാത്മാവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നീട് ദ്രോണനെ വധിക്കുകയാണ്. അപ്പൊ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് പറഞ്ഞാൽ ഇതിൽ തെറ്റില്ല എന്ന് തോന്നിയേക്കാമെങ്കിലും ആദ്യം മുതൽ ഈ പറഞ്ഞതൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. യുധിഷ്ഠിരന്റെ രഥം ഭൂമിയിൽ നിന്ന് ഉയർന്നാണ് നിന്നിരുന്നത്. പിന്നീട് നുണ പറഞ്ഞപ്പോൾ രഥം മണ്ണിൽ തൊട്ടു എന്നാണ്. കുരുക്ഷേത്ര യുദ്ധത്തിലെ കർണൻ യുധിഷ്ഠിരനെ അടിയും കൊടുത്ത് തുണിയും കീറി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പരിപ്പിളക്കി വിടുന്നുണ്ട്. അപ്പൊ തീരെ അവശനായിട്ട് യുധിഷ്ഠിരൻ യുദ്ധം നിർത്തിയിട്ട് ശിബിരത്തിൽ പോയി വിശ്രമിക്കുകയാണ്, ദേഹം മുഴുവൻ കീറി. ആ സമയത്ത് കർണനെ നേരിടാൻ അർജുനൻ ചെല്ലുമ്പോൾ കൃഷ്ണൻ പറയുന്നു, ജ്യേഷ്ഠനെ ഒന്ന് പോയി കണ്ടിട്ട് പോരൂ. പുള്ളി എന്താണ് ഉദ്ദേശിച്ചത് എന്നും നമുക്കറിയില്ല. എന്താണെങ്കിലും അർജുനൻ ശിബിരത്തിൽ വന്ന് യുദ്ധത്തിനിടയ്ക്ക് യുധിഷ്ഠിരനെ കാണുമ്പോൾ യുധിഷ്ഠിരൻ വലിയ സന്തോഷത്തോടെ കർണനെ കൊന്നു കാണുമെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. കൊന്നിട്ടില്ല, കൊല്ലാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഈ പറയുന്ന അർജുനനോട് യുധിഷ്ഠിരൻ പറയുന്നത്, നീ കുന്തിയുടെ വയറ്റിൽ എങ്ങനെ ജനിച്ചു എന്നും പറഞ്ഞ് പറയാത്ത ഒന്നുമില്ല. എന്നിട്ട് ഈ ഗാണ്ഡീവം എടുത്ത് കൃഷ്ണന്റെ കൈ കൊടുക്ക്, നിനക്കിതുകൊണ്ടൊന്നും കാര്യമില്ല, നിനക്കിത് ഉപയോഗിക്കാനും അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രയും അർജുനന്റെ മനസ്സിൽ വരുന്നുണ്ടായിരിക്കും. എല്ലാത്തിനും കാരണം ഈ പടുവൻ ഒറ്റ ഒരുത്തനാണെന്നുള്ള രീതിയിലായിരിക്കും ഒരു പക്ഷെ വാൾ ഉരിയിട്ട് ഗാണ്ഡീവം വേറെ ആളുടെ കൈ കൊടുക്കാൻ പറയുന്നതിന്റെ കഴുത്ത് ഞാൻ വെട്ടുമെന്ന് എനിക്ക് ശബ്ദം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജ്യേഷ്ഠനെ കൊല്ലാൻ പോവുകയാണ്. കൃഷ്ണനാണ് അത് വേണ്ട, അരുത് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ശബ്ദം എങ്ങനെ നിറവേറ്റുമെന്ന് ചോദിക്കുമ്പോൾ ജ്യേഷ്ഠനെ അപമാനിച്ചാൽ മതി, വധിച്ചതിന് തുല്യമായി എന്ന് പറയുന്നു. ഒരു പക്ഷെ കൃഷ്ണൻ ഇതൊക്കെ പ്ലാൻ ചെയ്തതായിരിക്കും. ആ സമയത്ത് അർജുനൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. യുധിഷ്ഠിരൻ പിന്നെ മനസ്സും എടുത്തു പോയി എന്നുള്ളതാണ്. അതായത്, എടാ നിനക്ക് എന്ത് യോഗ്യതയുണ്ട്? അതായത് ഞാൻ ഈ പറയുന്ന മഹാഭാരതം വായിച്ച അതേപടി പറയുകയല്ല, എനിക്ക് മനസ്സിലായത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങ് പറയുകയാണ്. എടാ ഊളെ, നിനക്ക് എന്ത് യോഗ്യതയുണ്ട് എന്നോട് ഇങ്ങനെ പറയാൻ? 1000 പേരോട് ഒറ്റയ്ക്ക് പൊരുതുന്ന ഭീമനാണ് ഇത് പറഞ്ഞതെങ്കിൽ, ഭീമൻ ജ്യേഷ്ഠനാണ് പറഞ്ഞിരുന്നതെങ്കിൽ ക്ഷമിക്കാമായിരുന്നു. നീ ബന്ധുക്കളുടെ സംരക്ഷണയിൽ ഇങ്ങനെ കഴിയുന്നവനല്ലേ? ഞങ്ങളൊക്കെ പോയി ഫൈറ്റ് ചെയ്തും അധ്വാനിച്ചും ഉണ്ടാക്കിയത് മുഴുവൻ അനുഭവിച്ച് രാജാവാണെന്നുള്ള പേരിൽ കസേരയിട്ടിരിക്കാനല്ലാതെ നിനക്ക് എന്ത് തേങ്ങാക്കോലെ അറിയാം എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് അർജുനൻ. പറഞ്ഞത് കൂടി പോവുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് യുധിഷ്ഠിരന്റെ കാര്യം മനസ്സിലായി. യുധിഷ്ഠിരൻ കൃഷ്ണനോട് പറയുകയാണ്, ഞാൻ ചാവാൻ പോവുകയാണ്. ഇത് മുഴുവൻ കേട്ടിട്ട്, ഇതൊക്കെ മഹാഭാരതത്തിലുള്ളതാണ് കേട്ടോ, ഞാൻ വെറുതെ പറയുന്നതല്ല. അതായത് എന്റെ രീതിയിൽ ഡയലോഗുകൾ പറഞ്ഞെങ്കിലും ഈ സംഭവങ്ങൾ ഉള്ളതാണ്. ഉടനെ കൃഷ്ണൻ അവിടെയും പരിഹാരം ചെയ്യുന്നു. രണ്ടുപേരും സാന്ത്വന വാക്കുകളൊക്കെ പറഞ്ഞിട്ട് യുധിഷ്ഠിരൻ പറയുന്നു, കർണൻ എന്നെ എന്തൊക്കെ ചെയ്തെന്ന് നോക്കുക, കണക്കായി പോയി, വലിച്ചു കയറി വിട്ടിരിക്കുകയാണ്. ഒരു തരത്തിൽ ഭീമനും അർജുനനും ഒക്കെ പണ്ടേ ചെയ്യേണ്ടത് കർണൻ ഇപ്പൊ ചെയ്തു എന്ന് വേണം പറയാൻ. അപ്പൊ കർണനെ ഞാൻ വധിക്കാൻ ജ്യേഷ്ഠ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് എല്ലാം ഓക്കെ ആയിട്ട് കൃഷ്ണൻ പിന്നീട് അർജുനനെയും കൊണ്ട് പോവുകയാണ്. ആ യുദ്ധത്തിലാണ് കർണനെ വധിക്കുന്നത് അർജുനൻ. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എന്തിനായിരിക്കും ഇതിന്റെ ഇടയിൽ കർണനോട് നേരെ ഫൈറ്റ് ചെയ്യാൻ പോയ അർജുനനെ ജ്യേഷ്ഠനെ ഒന്ന് കണ്ടിട്ട് വരൂ എന്ന് കൃഷ്ണൻ പറയാൻ കാരണം എന്തായിരിക്കും? ഇതൊക്കെ കേൾപ്പിക്കാൻ തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ? അല്ലെങ്കിൽ എന്തിനായിരിക്കും വ്യാസൻ അല്ലെങ്കിൽ മഹാഭാരതം എഴുതി വന്നത്? ഇതിൽ ഉദ്ദേശിച്ചത് എന്താണ്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് യുധിഷ്ഠിരന്റെ കാര്യത്തിൽ കറക്റ്റ് കാര്യം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി ഒരു കാര്യം പറയാം, അതാണ് സംഭവം. അതായത് കുരുക്ഷേത്ര യുദ്ധത്തിൽ ഇവർ ജയിച്ചു. അവസാന ദിവസം ഈ പറയുന്ന സുയോധനൻ അല്ലെങ്കിൽ ദുര്യോധനൻ
സുയോധനൻ എന്ന് പറഞ്ഞാൽ നന്നായി ഫൈറ്റ് ചെയ്യുന്നവനാണ്, അതുകൊണ്ടാണ് ഞാൻ ആ പേര് പറഞ്ഞത്. ദുര്യോധനൻ യുദ്ധക്കളം വിട്ട് ഓടിപ്പോവുകയാണ്. എന്നിട്ടൊരു കയത്തിൽ പോയി മുങ്ങിക്കിടക്കും, കുറെ വിദ്യകളൊക്കെ ചെയ്തിട്ട്. പാണ്ഡവർ അന്വേഷിച്ചു, എവിടെയും കാണുന്നില്ല. ഒടുവിൽ ഈ ഭീമന് മാംസം വിൽക്കുന്ന കുറച്ച് ആളുകൾ പറയുന്നു ഇതുകൊണ്ട് ഒരുത്തൻ അവിടെ മുങ്ങിക്കിടപ്പുണ്ട്. പിന്നീട് ഇവര് കണ്ടെത്തുന്നു. അപ്പോ യുധിഷ്ഠിരൻ അവിടെ ചെന്നിട്ട്, അതായത് യുദ്ധമൊക്കെ ജയിച്ചല്ലോ, ഇനി ഇവനും കുറച്ചു പേര് മാത്രമേ ഉള്ളൂ. പ്രധാനികൾ എന്ന് പറയാൻ ഈ ദുര്യോധനനുണ്ട്, കൃപനുണ്ട്, അശ്വത്ഥാത്മാവുണ്ട്, കൃതവർമാവുണ്ട്, അങ്ങനെ കുറച്ചു പേരേ ഉള്ളൂ. അപ്പൊ യുധിഷ്ഠിരൻ ചെന്നിട്ട് ഇറങ്ങി വാടാ തുരപ്പ എന്നുള്ള രീതിയിൽ ദുര്യോധനനെ അങ്ങ് ഇൻസൾട്ട് ചെയ്ത് വിളിക്കുകയാണ്. നീ ഇറങ്ങി വന്ന് ആണാവുക. ദുര്യോധനന് താങ്ങാൻ കഴിയാത്ത വാക്കുകളാണ് അതൊക്കെ. അത് മഹാഭാരതത്തിൽ എഴുതിയേക്കണാണ്. ദുര്യോധനൻ ഉടനെ ഇറങ്ങി വരുന്നു, ഞാൻ ചുമ്മാ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വന്നതേ ഉള്ളൂ, നിന്നോടൊക്കെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറയുന്നു. അവിടം കൊണ്ട് ഫൈറ്റ് ചെയ്ത്, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ദുര്യോധനനെ അങ്ങ് തീർക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പാവം ഈ പറയുന്ന ഭീമനും കൃഷ്ണനും അർജുനനും നകുല സഹദേവന്മാരും ഒക്കെ കഷ്ടപ്പെട്ട് എത്ര പേര് ത്യാഗങ്ങളും ജീവൻ തന്നെ കൊടുത്തും ഒക്കെയാണ് ഈ യുദ്ധം ജയിച്ചു നിൽക്കുന്നത്. ആ വേളയില് ഈ യുധിഷ്ഠിരൻ ദുര്യോധനനോട് പറയുകയാണ്, ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന ദുര്യോധനനോട്, എടാ ഞങ്ങൾ 5 പേരുണ്ട്, ഞങ്ങളിൽ ആരെങ്കിലും ഒരാളെ നീ തീർത്താല് നിന്നെ രാജാവാക്കാം, എല്ലാം പഴയപടി, നിനക്ക് ഇഷ്ടമുള്ള ആയുധം കൂടെ എടുത്തോ. അപ്പൊ കൃഷ്ണൻ പറയുന്നുണ്ട്, നമ്മുടെ ഏതോ സിനിമ പറഞ്ഞ പോലെ ഇവനെ ഉണ്ടല്ലോ, ഇവൻ എന്ത് ചെയ്യണോന്നുള്ള രീതിയിൽ കൃഷ്ണൻ പറയുന്നുണ്ട്. ഒരാളെ കൊന്ന നകുലനെയോ സഹദേവനെയോ അർജുനനെയോ തന്നെയോ ഈ ദുര്യോധനൻ പോരിന് വിളിച്ചാൽ എന്ത് ചെയ്യും? ഗദ എടുത്താല്. കാരണം ഇഷ്ടമുള്ള ആയുധം എടുത്തോളാനും പറഞ്ഞു. ഗദായുദ്ധത്തില് ദുര്യോധനനെ വെല്ലാൻ ആരുമില്ല. ചിലപ്പോൾ ബലരാമന് സാധിച്ചേക്കും. ജരാസന്ധനെ ഉൾപ്പെടെയുള്ളവരെയൊക്കെ ഭീമൻ വധിക്കുന്നുണ്ടെങ്കിലും അത് മല്ലയുദ്ധമൊക്കെയാണെന്ന് പറയാം. ഇവരാരും മോശക്കാരല്ല. പക്ഷെ ഗദയുടെ കാര്യത്തില് ഗദ എടുത്താല് ദുര്യോധനനെ വെല്ലാൻ ആരുമില്ല. ഭീമന് പോലും വേർക്കേണ്ടി വരും. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, തീർന്നു, ഭീമനെ വിളിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇത്രയും നല്ലൊരു അവസരമാണ് ദുര്യോധനൻ ഇട്ടുകൊടുത്തത്. യഥാർത്ഥത്തില് ആ സമയത്ത് സുദർശനാക്രം ഉപയോഗിച്ചിട്ട് ഈ യുധിഷ്ഠിരന്റെ കഥ കഴിക്കേണ്ടതായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇങ്ങനെയുള്ള മണ്ടത്തരം ചെയ്യുന്നത്, അതായത് ചൂതില് ഒന്ന് തോറ്റു എല്ലാം തിരിച്ചു കൊടുത്തു, രണ്ടാമതും കളിച്ചു, ഈ കണ്ട മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് യുധിഷ്ഠിരൻ. എന്നിട്ട് ഈ അവസാന സമയത്തും പുള്ളി കാണിക്കുന്നതിന് ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ്. കൃഷ്ണൻ ഒരുമാതിരി മനസ്സും അടുത്ത പോലെ പറയുന്നുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല, ആരാ മണ്ടൻ, എന്നെ പിടിച്ച് തല്ലണം ആദ്യം. ഞാനൊരു അതിശയോക്തിപരമായിട്ട് പറയുകയാണ്. അതായത് നിനക്കൊന്നും അർജുനനെ നോക്കി പറയുന്നുണ്ട്, എടോ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവനല്ലേ നിന്റെയൊക്കെ ചേട്ടനായിട്ടിരിക്കുന്നത്, കാട്ടി പോയിട്ട് ഈ മരൂരിയും ചുറ്റി അവിടെ കിടക്കാനേ നിനക്കൊക്കെ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അടുത്തത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഈ ദുര്യോധനൻ ഭീമനെ തന്നെ വിളിക്കുകയാണ്. ഞാൻ ഗദ എടുക്കുന്നു, ഭീമനെ തന്നെ വിളിക്കുകയും ചെയ്തു. അപ്പൊ ഇത് ദുര്യോധനന്റെ ഏറ്റവും വലിയൊരു ഗ്രേറ്റ്നെസ് ആയിട്ട് നമുക്ക് തോന്നാം. പക്ഷെ അവിടെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഈ ദുര്യോധനന്റെ സഹോദരങ്ങളെ ഒക്കെ കൊന്നത് ഭീമനാണ്. ആ ഒരു അമർഷം, പിന്നെ ഗദ എടുത്ത് ഭീമനെ ആണെങ്കിലും തീർക്കാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം, അങ്ങനെ തന്നെയായിരുന്നു. കൃഷ്ണൻ പറഞ്ഞിട്ട് തൊടയിലടിച്ചാണ് ദുര്യോധനനെ വീഴ്ത്തുന്നത്, ചതിച്ച് വീഴ്ത്തുകയാണ്. അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത് ആര് കാരണമാണ്? ഈ അവസരം ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? ഭീമൻ ജയിച്ചെങ്കിലും ഈ ദുര്യോധനന്റെ പ്രഹരങ്ങളൊക്കെ ഏറ്റിട്ട് ഭീമന്റെ വെടിയും പുകയും വന്നു എന്നുള്ളതാണ് രണ്ടുപേർക്കും. അപ്പൊ ഇതിനൊക്കെ കാരണം ആരാണ്? ഈ യുധിഷ്ഠിരനാണ്. പിന്നെ വേറൊരു കാര്യം പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നതാണ്, എനിക്കും തോന്നിയതാണ്, ഞാൻ പണ്ഡിതനാണെന്നല്ല പറഞ്ഞത്. അതായത് ദുര്യോധനൻ കണ്ടതാണ്, മുമ്പത്തേതുപോലെ അല്ല ഭീഷ്മരെ വീഴ്ത്തിയത്, ദ്രോണനെ വീഴ്ത്തിയത്, കർണനെ കൊന്നത്. അപ്പോ ഇനി ഊടായ്പെടുത്തു കഴിഞ്ഞാൽ കൃഷ്ണൻ അടുത്ത പരിപാടി ചെയ്യുമെന്ന് ദുര്യോധനന് തോന്നി. അപ്പൊ കൃത്യമായിട്ട് ഭീമനെ തന്നെ തെരഞ്ഞെടുത്തു, ജയിക്കാമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. അതായിരിക്കും കാരണം. ഈ കൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിലേ മഹാഭാരത യുദ്ധം ജയിക്കുമായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തില് കൃഷ്ണന്റെ ഇടപെടൽ എവിടെയായിരുന്നു? അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൊന്നും ആയിരുന്നില്ല. ഈ യുധിഷ്ഠിരൻ എന്ന് പറയുന്ന ഈ തത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ പറയുന്നത് കേൾക്കാതെ ഞാൻ പറയുന്ന പോലെ യുദ്ധം ചെയ്യ്, ഒന്നും നോക്കണ്ട, ഭീഷ്മരെയാണ് വീഴ്ത്തിയേക്ക്, ദ്രോണനെ വീഴ്ത്തിയേക്ക് എന്നൊക്കെ പറയുന്നിടത്താണ് വിജയം ഉണ്ടാവുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതായത് ഒരിക്കൽ എൻ്റെ ഒരു കൂട്ടുകാരൻ അനന്തു എന്നോട് ചോദിച്ച ഒരു കാര്യമാണ്, യുദ്ധത്തില് ഭീഷ്മരെ, പിതാമഹനെ വീഴ്ത്തി, ഗുരുവിനെ വീഴ്ത്തി, ഇതൊന്നും വേണ്ടായിരുന്നല്ലോ, ഈ മൂത്തവനായിട്ടുള്ള യുധിഷ്ഠിരനെ ആദ്യമേ അങ്ങ് തീർത്തായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന്. വളരെ കറക്റ്റ് ആണ്. കാരണം പിതാമഹനെ വരെ വീഴ്ത്തി. അപ്പൊ ഇതൊക്കെയാണ് യുധിഷ്ഠിരന്റെ കയ്യിലിരിപ്പ് എന്നുള്ളതാണ്. മഹാഭാരതത്തിൽ എല്ലാവരും പലരുടെയും കുറ്റം കണ്ടുപിടിക്കുമ്പോൾ ഇയാള് മാത്രം അതിവിദഗ്ധമായിട്ട് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുകയാണ്. എല്ലാത്തിനും കാരണം നമ്മുടെ ഈ ആക്ഷൻ ഹീറോ ബിസിയിൽ പറയുന്ന പോലെ നീയാണ് ഇവരെക്കാളും വലിയ ഊടായ്പ എന്ന് പറയുന്ന പോലെയാണ് ഈ ദുര്യോധനനൊക്കെ എത്ര ഡീസന്റ് ആണ് ഈ യുധിഷ്ഠിരനെ വെച്ച് നോക്കിയാൽ. ഇതെല്ലാം കഴിഞ്ഞിട്ട് വാനപ്രസ്ഥത്തിന് പോകുമ്പോൾ ആദ്യം പാഞ്ചാലി വീഴും. പാഞ്ചാലി വീഴുമ്പോൾ യുധിഷ്ഠിരൻ പറയുന്നത്, നമ്മൾ 5 ഭർത്താക്കന്മാരും അവൾക്ക് ഒരുപോലെ ആയിരുന്നില്ല, അർജുനനോട് ഇത്തിരി ഇഷ്ടം കൂടുതലുണ്ടായിരുന്നു എന്ന്. അതാണ് പാഞ്ചാലിയുടെ കുറ്റമായിട്ട് പറയുന്നത്. സഹദേവൻ വീഴുമ്പോൾ അവനേക്കാൾ അറിവുള്ളവരാരും ഉണ്ടായിരുന്നില്ല എന്നാണ് അവന്റെ വിചാരം. ഇത് പറയുന്നു. നകുലൻ വീഴുമ്പോൾ നകുലൻ ഏറ്റവും സുന്ദരനായിരുന്നു, അവനേക്കാൾ അഴക് ആർക്കും ഇല്ലായിരുന്നു എന്നായിരുന്നു അവന്റെ ചിന്ത. അതുകൊണ്ടാണ് അവൻ വീണത്. പിന്നീട് അർജുനൻ വീഴുമ്പോൾ പറയുന്നത്, ഒരു ദിവസം കൊണ്ട് യുദ്ധം തീർക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തെങ്കിലും അവൻ ചെയ്തില്ല അങ്ങനെ, അതുകൊണ്ടാണ് അവൻ വീണുപോയത്. അതായത് ഈ യുദ്ധമൊക്കെ ഉണ്ടാകാൻ കാരണം ആരാണ്? പോട്ടെ,
അവസാനം ഭീമനും വീഴുന്നു. ഭീമൻ വീഴുമ്പോൾ യുധിഷ്ഠിരനോട് പറയുന്നു, യുധിഷ്ഠിരൻ തിരിഞ്ഞു പോലും നോക്കുന്നില്ല, ഞാൻ വീണത് എന്തുകൊണ്ടാണ്. അപ്പൊ ഈ യുധിഷ്ഠിരൻ പറയുന്നത്, നീ ഒരുപാട് ഉണ്ടിരുന്നവനാണ്, ഉണ്ണുമ്പോൾ മറ്റുള്ളവർക്കും കൂടെ വേണം എന്ന് നീ ചിന്തിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഞാനിതൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല കേട്ടോ. ഈ യുധിഷ്ഠിരന്റെ കയ്യിലിരിപ്പും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നിങ്ങൾ തന്നെ ഇത് വിശകലനം ചെയ്യുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു നായ കൂടെ കൂടുന്നതും പിന്നീട് ഒരു ദേവരഥം വരുന്നതും സ്വർഗത്തിലേക്ക് പോകാൻ നേരത്ത് പറ്റില്ല, ഈ നായയും കൂട്ടിയല്ല ഞാൻ പോവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ നായ ഒരു ധർമ്മദേവൻ വേറെ വേഷത്തിൽ വന്നതാണ്. ഇതൊക്കെ വലിയ കാര്യമായിട്ട് തോന്നും. പക്ഷേ ദുര്യോധനൻ പോലും ആണ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ കേൾക്കാൻ ഒരു രസമുണ്ട്. ഈ യുധിഷ്ഠിരൻ ഇത്രയും പ്രശ്നങ്ങൾ ഒപ്പിച്ചു വെച്ചിട്ട് നായയെ കൂട്ടിയിട്ടേ ഞാൻ പോവൂ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ അത് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് തോന്നുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് യുധിഷ്ഠിരൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ കസേരയിട്ട് ഫാനിന്റെ ചോട്ടിലിരിക്കുകയാണ് ദുര്യോധനൻ. അപ്പോൾ യുധിഷ്ഠിരൻ അവിടെ കിടന്ന് വല്ലാതെ ഷൗട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഒരുമാതിരി ഈ ഭൂമിയിലുണ്ടായ സകല കാര്യത്തിനും എല്ലാത്തിനും ഉത്തരവാദി ഇവനാണ്, ഇവൻ ഒറ്റ ഒരുത്തനാണ് എല്ലാത്തിനും കാരണം. എന്നിട്ട് ഇവൻ എനിക്ക് മുമ്പേ സ്വർഗത്തിൽ വന്നിരിക്കുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ദുര്യോധനനാണോ ഒരു തരത്തിൽ എല്ലാത്തിനും? ദുര്യോധനന് വളം വെച്ച് കൊടുത്തതും ദുര്യോധനന് എല്ലാ അധർമ്മങ്ങളും ചെയ്യാനും അവസരം ഉണ്ടാക്കി കൊടുത്തത് മുഴുവൻ ഈ യുധിഷ്ഠിരനല്ലേ? അപ്പോ ഞാൻ പറയുന്നത്, യുധിഷ്ഠിരന് സ്വർഗത്തിൽ എത്താമെങ്കിൽ ആർക്കും എത്താം എന്നാണ് തോന്നുന്നത്. ഭീമൻ തുടക്കടിച്ചിട്ട് ഈ പറയുന്ന ദുര്യോധനൻ മരിക്കാൻ നേരത്ത് ദുര്യോധനൻ കൃഷ്ണനോടും പാണ്ഡവരോടുമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ഇതുവരെ എന്റെ ജീവിതം അങ്ങേയറ്റം ആസ്വദിച്ചു. അതായത് ദുര്യോധനന്റെ ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പാണ്ഡവരെ പോലെയോ കർണനെ പോലെയോ ഒന്നുമല്ല. ഏതൊരു സമയത്തും അയാൾ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടില്ല. രാജകൊട്ടാരത്തില് ഏറ്റവും പ്രധാനിയായിട്ട് വളരുന്നു. അല്ലെങ്കിൽ അയാൾ ആഗ്രഹിച്ചൊക്കെ പാണ്ഡവരോട് പറയുന്നുണ്ട്, ഞാൻ എല്ലാം അനുഭവിച്ചു, ഏറ്റവും സുന്ദരികളായ സ്ത്രീകളെ വരെ ഞാൻ അനുഭവിച്ചു. ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഈ ഭാനുമതി എന്ന് പറയുന്ന ഒരു ഒറ്റ ഭാര്യയെ ദുര്യോധനൻ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ ചിലയിടത്ത് കാണാമെങ്കിലും അന്നത്തെ രാജാക്കന്മാർ, ഇപ്പോ ഈ പാണ്ഡവർ വനവാസ കാലത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും സുന്ദരികളായ സ്ത്രീകളെയും അവരുടെ ഒരു പടയും കൂടെ ആയിട്ടാണ് ഈ പറയുന്ന ദുര്യോധനൻ കാണാൻ പോകുന്നത്. കണ്ടില്ല എന്റെ പ്രൗഢി എന്നുള്ള രീതിയിൽ. എന്നിട്ട് അവിടെ ഗന്ധർവന്മാരെ പിടിച്ച് കെട്ടിയിട്ടു, ഇവര് തന്നെ വന്ന് രക്ഷിക്കേണ്ടി വന്നു. അതൊക്കെ വേറെ കഥയാണ്. അപ്പോൾ ഈ യുധിഷ്ഠിരൻ ധർമ്മത്വം കളിക്കുന്നുണ്ട് കേട്ടോ. അതായത് ദുര്യോധനനെ ഗന്ധർവന്മാര് കെട്ടിയിട്ടതാണ്. അത് പറയാൻ മറന്നുപോയി. ഇങ്ങനെ എന്തൊക്കെ പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും. അതായത് ഇന്ദ്രൻ പറഞ്ഞു വിട്ടതാണ് ചിത്രസേനൻ എന്ന് പറയുന്ന ഗന്ധർവനെ. കർണനെ ഈ ചിത്രസേനനും ഗന്ധർവന്മാരും ഒക്കെ ഓടിക്കുന്നുണ്ട്. കർണൻ ഓടിപ്പോവുകയാണ് അവിടെ നിന്ന്. ഇതൊന്നും സീരിയലിലും സിനിമയിലും കാണില്ല. എന്നിട്ട് കർണൻ പരാജയപ്പെട്ടെടുത്താണ് അർജുനൻ വന്ന് ഇവരെ രക്ഷിക്കുന്നത്. ആരെ? ദുര്യോധനനെ. എന്തിനാണ് ഇവരിവിടെ വന്നത്? എന്തിനാണ് ഇവരെ രക്ഷിക്കാൻ പോകേണ്ട കാര്യമല്ലോ ഈ അർജുനനും ഭീമനും ഉണ്ടോ? ആര് പറഞ്ഞിട്ടാ? യുധിഷ്ഠിരൻ പറഞ്ഞിട്ട്. എന്നിട്ട് രാജാവിന്റെ മുമ്പിൽ ആക്കുമ്പോ യുധിഷ്ഠിരൻ വലിയ സ്വാമി കളിച്ച്, ബുദ്ധിമുട്ടാതെ ഉണ്ണി നീ ഗേഹത്തിലേക്ക് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയാണ്. യഥാർത്ഥത്തില് ഇത് ആദ്യം വന്നിട്ട് കൗരവരുടെ ദുര്യോധനന്റെ ഭടന്മാര് വന്ന് ഈ കാര്യം പാണ്ഡവരുടെ സഹായം അഭ്യർത്ഥിക്കുമ്പോ ഭീമൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? നന്നായി, ഞങ്ങൾ ചെയ്യേണ്ടത് ഗന്ധർവന്മാര് ചെയ്തു എന്നാണ്. പക്ഷെ യുധിഷ്ഠിരൻ പറഞ്ഞു, നമ്മൾ സഹോദരന്മാരാണ്, ഇപ്പോൾ അവരെ രക്ഷിക്കേണ്ടതാണത്രേ നമ്മുടെ ധർമ്മം. ആര് കാരണമാണ് ഇവർ കാട്ടി വന്നിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ദുര്യോധനൊക്കെ ആ കാട്ടിലേക്ക് വന്നത്? ഈ പറയുന്ന യുധിഷ്ഠിരനെ പോലെ ഒരു ഊടായിപ്പ് പൂച്ച സന്യാസിയോ എന്താ പറയേണ്ടത്? പുള്ളിക്ക് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിരുന്നു. ഭീമനും അർജുനനും ഒക്കെ പറയുന്നത് വെച്ചിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ പറയുന്ന പോലെ ഭീമനോ അല്ലെങ്കിൽ അർജുനനോ ഒക്കെ ആയിരുന്നു മൂത്തതായിട്ട് ഇരുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ഈ ടൈം ട്രാവൽ ചെയ്ത് പോയിട്ട് കുന്തിയോട് പറയണം, ആദ്യം ധർമ്മദേവനെ വിളിക്കരുത്, അല്ലെങ്കിൽ കാലനെ വിളിക്കരുത്. ആദ്യം വായുദേവനെ വിളിക്കുക, പിന്നീട് ഇന്ദ്രനെ വിളിക്കുക, പിന്നെ മാതൃക കൊടുക്കുക, അശ്വിനി ദേവന്മാർ വഴി നകുല സഹദേവന്മാരുണ്ടാകുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ ഈ പറയുന്ന ധർമ്മദേവനെ വിളിച്ചിട്ട് ഈ യുധിഷ്ഠിരനെയും കൊണ്ടുവന്നാൽ മതി. അല്ലെങ്കിൽ വിളിക്കാതിരുന്നാലും കുഴപ്പമില്ല. ഈ ഒറ്റ ഒരു യുധിഷ്ഠിരൻ കാരണം ഉണ്ടായ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഗന്ധർവന്മാര് പിടിച്ച് ഇന്ദ്രന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനിരുന്നതാണ് ഈ ദുര്യോധനനെ. അങ്ങ് പറഞ്ഞു വിട്ടതും ആരാണ്? യുധിഷ്ഠിരൻ. അതായത് ദുര്യോധനന്റെ ആളാണ് യുധിഷ്ഠിരൻ എന്ന് നമുക്ക് തോന്നിപ്പോകും. അതായത് യുധിഷ്ഠിരൻ ഇങ്ങനെ ദുര്യോധനോട് പറയുന്ന പോലെയാണ്, നീ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല, പണി ഞാൻ നിന്റെ കയ്യിൽ നിന്ന് മേടിക്കും എന്ന് പറയുന്ന പോലെയാണ് യുധിഷ്ഠിരന്റെ പ്രവൃത്തികളൊക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ഇതാണ്, ദുര്യോധനൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എല്ലാ സുഖങ്ങളും അനുഭവിച്ചു, ഞാൻ എല്ലാം രാജ്യം ഭരിച്ചു, വീരശയനമാണ് എനിക്ക് കിട്ടിയത്, അതായത് ചതിച്ചാണ് എന്നെ വീഴ്ത്തിയത്, ഞാൻ ഫൈറ്റ് ചെയ്താണ് മരിച്ചത്. അതായത് യുദ്ധത്തിൽ ഇതുപോലെ ഫൈറ്റ് ചെയ്ത് ഇപ്പോൾ ഇവിടെ മരിക്കാൻ കിടക്കുന്നു. ഈ യുദ്ധത്തിലുണ്ടായ നഷ്ടവും ദുഃഖവും ഒക്കെ എനിക്കും നിങ്ങൾക്കും തുല്യമാണ്. അതായത് ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും എല്ലാം മരിച്ചു. ആ ദുഃഖം കൗരവർക്കെന്ന പോലെ പാണ്ഡവർക്കും തുല്യമാണ്. എന്റെ എല്ലാവരും മരിച്ചു, ശരിയാണ്. പക്ഷെ ഞാൻ ഇവിടെ ഇപ്പോൾ മരിക്കുകയാണ്. ഞാൻ ഫൈറ്റ് ചെയ്തു, ഞാനൊരു യോദ്ധാവിനെ പോലെ മരിക്കുകയാണ്. എന്നാൽ നിങ്ങളോ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് ഇനിയും ജീവിക്കേണ്ടി വരും. ഇതൊരു വിജയമാണോ? അതായത് അവരുടെ ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും പിതാമഹനെ വീഴ്ത്തി, പിതാമഹനെയും ഗുരു ദ്രോണരെയും ഒക്കെ ഉൾപ്പെടെ അങ്ങനെ എത്രയോ പേര്, പറഞ്ഞാലും തീരാത്ത, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളൊക്കെ നശിച്ചല്ലോ യുദ്ധത്തില്. ഈ ദുഃഖവുമായിട്ടല്ലേ നീ ഇനി രാജ്യം ഭരിക്കേണ്ടത് എന്നാണ് യുധിഷ്ഠിരനോട് ചോദിക്കുന്നത്. ആ സമയത്ത്
പുഷ്പവൃഷ്ടി ഉണ്ടായെന്നാണ് ദുര്യോധനന്റെ മേൽക്ക്. അന്നേരം തന്നെ യുധിഷ്ഠിരൻ മൂഡ് ഓഫ് ആയി എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ കർണൻ ജ്യേഷ്ഠനാണെന്ന് കുന്തി പറയുമ്പോൾ യുധിഷ്ഠിരൻ കുന്തിയെ അല്ലെങ്കിൽ സ്ത്രീകളെ മുഴുവൻ ശപിക്കുന്നുണ്ട്. ഇനി ഒരിക്കലും മനസ്സിൽ രഹസ്യം സൂക്ഷിക്കാൻ സ്ത്രീകൾക്ക് സാധിക്കാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞതാണ് കഥ. പക്ഷെ എന്താണെങ്കിലും ഒരു തരത്തിൽ കുന്തി ആദ്യമേ തന്നെ പറയണമായിരുന്നു കർണനാണ് ജ്യേഷ്ഠനെന്ന്. എനിക്ക് എത്ര ഭേദമായിരുന്നു. ഇവനെ ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിന്നൊന്ന് മാറ്റി അല്ലെങ്കിൽ അടുത്ത ഒരു മൂത്തയാളെ കൊണ്ടുവന്ന് നിർത്തിയിരുന്നെങ്കിൽ ഇപ്പൊ കർണന്റെ കയ്യിൽ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ കർണൻ ദുര്യോധനന് സമർപ്പിക്കും. അങ്ങനെ കർണൻ ചെയ്താൽ യുദ്ധമൊന്നും ഇല്ലാതെ തന്നെ ദുര്യോധനന്റെ ഇഷ്ടം നടക്കുകയും ചെയ്യും. അപ്പോൾ കർണന് ദുര്യോധനനോട് യഥാർത്ഥ സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കർണൻ ഒരു പിടികിട്ടാത്ത ക്യാരക്ടറാണ് കേട്ടോ. അപ്പൊ ഈ എല്ലാവരെയും കുറ്റപ്പെടുത്തുകയും വലിയ ധർമ്മതത്വങ്ങളും ഒക്കെ പറയുന്ന യുധിഷ്ഠിരൻ ഒരിക്കലും സ്വന്തം കുറ്റമൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതും നമുക്കിവിടെ തോന്നും. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ്, യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്ക് വലിയൊരു ദാനം നടത്തണം. അതിനൊരു പേര് പറയുന്നത് ഞാൻ മറന്നുപോയി. അതിനും പോയി ഫണ്ട് കണ്ടുപിടിക്കേണ്ടത് ഈ പറയുന്ന മരുത്തന്റെ ധനമൊക്കെ കണ്ടുപിടിച്ച് അതൊക്കെ കൊണ്ടുവന്ന് വലിയ യാഗവും ഒക്കെ നടത്തി. അപ്പോഴാണ് ഒരു കീരി വന്നിട്ട് യുധിഷ്ഠിരനെ ആക്കുന്നത്. വലിയ കാര്യമൊന്നും ഇല്ല ഇതില്. അല്ലെങ്കിൽ ആ ബ്രാഹ്മണന്റെ മലർപ്പൊടി ദാനത്തിന് തുല്യമല്ല നിന്റെ ഈ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഇതിങ്ങനെ പറഞ്ഞു പോയാൽ എന്റെ തൊണ്ടയിലെ വെള്ളം വറ്റും. ഇത്രയും പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. യുധിഷ്ഠിരൻ തീർത്ത് മോശക്കാരനാണെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് ശരിയെന്നൊന്നും അല്ല. നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഒരു പ്രത്യേക വീക്ഷണ കോണിൽ നമ്മൾ ഇതിങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ പറഞ്ഞതാണ് ഇയാളുടെ അഭിപ്രായം എന്നൊന്നും ആരും കരുതണ്ട. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം. റെക്കോർഡ് ചെയ്തോ? ഞാൻ ഇത് റെക്കോർഡ് ചെയ്യണ്ട്. ഞാൻ യൂട്യൂബിൽ ഇടും. പാവം നകുലനും സഹദേവനും ഒരുത്തൻ പതിവിന്റെ കാര്യം നോക്കും, മറ്റവൻ കുതിരയുടെ കാര്യം നോക്കും. പാഞ്ചാലി വരെ അവിടെ മുടി ഭംഗിയായിട്ട് രാജകുമാരിമാരുടെ മറ്റേ സലൂൺ നടത്തുമായിരുന്നു. അവര് വരെ തോഴിയെ പോലെ അവിടുത്തെ റാണിനെ പരിചരിക്കുമായിരുന്നു. ഇവൻ കസേര ഇട്ടിരിക്കും ചൂത് കളിക്കാൻ. ഇതെങ്ങനെ ഇവൻ ഈ രാജാവുമായിട്ട് മത്സ്യരാജാവുമായിട്ട് വിരാടനുമായിട്ട് ഈ ചൂത് മുഴുവൻ കളിക്കണ എങ്ങനെയാന്ന് വെച്ചാൽ, ഈ വനവാസകാലത്ത് ഞാൻ പറഞ്ഞില്ലേ, ഭീമൻ അവിടെ വിറക് കയറുന്ന, അർജുനൻ അവിടെ മീൻ ചൂർന്ന ആ സമയത്ത് ഇവൻ പുള്ളിനെ കാണുന്നില്ല. പുള്ളിനെ കാണുമ്പോഴേക്കും പുള്ളിനെ അന്വേഷിച്ച് ചെല്ലുമ്പോഴേക്കും പുള്ളി ഒരു വലിയ മഹർഷി വന്നിട്ടുണ്ട്. മഹർഷി എന്തോ പഠിപ്പിക്കുക. അപ്പൊ ചേട്ടൻ എന്തോ കാര്യമായിട്ട് പഠിക്കുമായിരിക്കും. നോക്കുമ്പോഴേക്കും പുള്ളി അക്ഷരഹൃദയം പഠിച്ചുകൊണ്ടിരിക്കുവാണ്. ചൂത് എങ്ങനെ നന്നായിട്ട് കളിക്കുക അത് മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ പറഞ്ഞ പോലെ അപ്പൊ ഇവര് എന്നിട്ട് മൊത്തം പഠിച്ചോന്ന് ചോദിച്ചപ്പോ ഇത് ഇങ്ങനെയായിരുന്നല്ലേ കളിക്കണ്ടേ. എടാ ഇത് എനിക്ക് ഇപ്പൊ സംഭവം മനസ്സിലായി. എന്നാ ചേട്ടാ എടാ ഇന്ന് എങ്ങനെ തോറ്റേന്നറിയാ. ഇത് ഇപ്പഴാണ് സംഭവം മനസ്സിലായി. അപ്പൊ എന്നെ ആകെപ്പാടെ ഒരുത്തനെ തട്ടി എന്നുള്ള ഞാൻ പറയട്ടെ, ചേട്ടനെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പിതാമഹനെ തട്ടി, അവനെ തട്ടി, ഇവനെ തട്ടി, ഗുരുവിനെ തട്ടി, സകലവനും തട്ടി. സത്യം സത്യം. അത് ഈ ഗാന്ധാരി പറയുന്നുണ്ടല്ലോ, ഗാന്ധാരി ധൃതരാഷ്ട്രോട് പറയുന്നുണ്ട്, ഈ മൂത്ത ദുര്യോധനൻ ആളത്ര വെടിപ്പല്ല, ഇവനെ വല്ലയിടത്തും കൊണ്ട വിട്, ബോർഡിങ്ങിലാക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ ബോധം പോലും കുന്തിക്കില്ല. കുന്തി അന്നേരം ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. പക്ഷെ എന്നാ ചെയ്യണേ, പിള്ളേർ കൃഷ്ണന് മനസ്സിലായി ഇവർ ഇത്രയും ഈ പറഞ്ഞ പോലെ ജ്യേഷ്ഠനെ അന്ധമായിട്ട് ഇങ്ങനെ കൃഷ്ണൻ എന്നാ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, കൃഷ്ണന് ഈ പുള്ളിയുടെ മറ്റേ അവതാരോദ്ദേശം തന്നെ ഇവിടുത്തെ ഈ വിഷങ്ങളെല്ലാം കൊന്ന് ഇവിടെ ധർമ്മം സ്ഥാപിച്ചിട്ട് പോകണമെന്നായിരുന്നല്ലോ. അപ്പൊ പുള്ളിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ഇവനാ. ഇവനെല്ലാം ചെയ്തോളൂ. ഞാൻ ചുമ്മാ ഇരുന്നാ മതി. ഇനി കൃഷ്ണൻ എങ്ങാനും പറയുക എടാ ഇവനാണ് ഏറ്റവും വലിയ, ദുര്യോധനേക്കാളും വലിയ, പക്ഷെ ഇവനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അർജുനൻ പിണങ്ങി പോകും, ഭീമനും. അപ്പൊ എന്നാ പിന്നെ വേണ്ട, ഞാൻ എന്റെ ഉദ്ദേശം നടപ്പിലാക്കുന്നത്. നിങ്ങൾ രണ്ടും കണക്കാ, രണ്ടും പോരടിച്ച് മൊത്തം ഏട്ടനും അനിയനൊക്കെ ചെന്ന് വേഷം മേടിക്കുന്ന പുള്ളി. എന്നിട്ട് പുള്ളി ബുദ്ധിപരമായിട്ട് ഞാൻ ഇതൊന്നും എടുക്കുന്നില്ല.